എന്താണോ ബഹളം? പ്രൈം മിനിസ്റ്റർ എത്തിയോ? ഇതിലും ഭേദം അങ്ങേര് വരുന്നതായിരുന്നു. അപ്പൊ നിങ്ങൾ ഊഹിച്ചില്ല? ഊഹിക്കേ? ആ, അതൊക്കെ ഊഹിച്ചെടുക്കണ്ടേ? കണ്ണപ്പ വന്നിരിക്കണോ. എനിക്കറിയാൻ താൻ വരുമെന്ന്. പിള്ളേരുടെ പടം പിടുത്തം കൊള്ളാമല്ലടാ. ശരിക്കും എനിക്ക് രോമാഞ്ചം ഉണ്ടായി. എവിടെ കണ്ടില്ലേ? ആ, കണ്ടു. ഹലോ കൃഷ്ണ, എടോ എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കടോ. എപ്പോഴും വേണ്ട, വല്ലപ്പോഴും. നിനക്കിപ്പോ എന്താ വേണ്ട? ഒരു പണിവാളിയെ പോലെ തോന്നണ്ടാ. എന്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, അറിഞ്ഞായിരുന്നോ? പുള്ളി എന്റെ അത്ര ഫണ്ണല്ല. എന്റെ പിള്ളേരുടെ കൂടെ അല്ലേ വളർന്നത്, തൊട്ടിത്തരം കാണാതിരിക്കുമോ? നീ ഒരു മാതിരി കോത്താഴത്തെ വർത്താനം പറയരുത് കേട്ടോ. എന്റെ കൈ തരിച്ചു വരണ്ട്. അതങ്ങോട്ട് വിട്ടുകൊടുത്തേക്കന്നെ ജോൺസ. പുള്ളിക്കാരന് ഇവ കാര്യങ്ങളൊക്കെ നല്ല ശീല. ഇത് വായിച്ചായിരുന്നോ? നമ്മളെ പറ്റിയാ ഫസ്റ്റ് ചാപ്റ്റർ അവളാ. കളിയും കാട്ടി നീതി. ചന്ദ്ര, കണ്ടു തള്ളിയോ? പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ. മൈ ഗേൾ, ചാപ്റ്റർ 2 ഞാനാ മോനെ. മലയാള സിനിമയുടെ തലവര തന്റെ ചാപ്റ്റർ ഞാൻ വായിച്ചായിരുന്നു. എന്റെ പൊന്നു, ഇങ്ങനത്തെ ഒരു സാധനം സ്റ്റഫ് കയ്യിൽ വെച്ചിട്ടാണ് ഓളി എന്നിട്ട് ഒരു രക്ഷയില്ല, വേറെ ലെവല്. സാറേ, നിങ്ങൾ മരണമാസട്ടോ. ഈ കളിയുടെ അവസാനം എങ്ങനെയാണെന്ന് സാറിന് വല്ല പിടിയുണ്ടോ? മൂത്തോനും തന്നെയാണ് അവന് വേണ്ടത്. എനിക്ക് പേടിയൊന്നുമില്ല, എന്നാലും ഉഴപ്പക്കാരനാണോ എന്ന് ചോദിച്ചാ നമുക്ക് പണിയാണ്. എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും. വരുമോ? ഇയാളൊരു കൂട്ടം ജാടയാണ്, വരാന്ന് പറയടോ. ഈശ്വര, ഇത് വലിയ കുരിശായല്ലോ. അതേടെ കുരിശ് തന്നെയാണ്. അതേ തൊട്ട് കളിച്ച ഗീവർഗീസ് പുണ്യാളാണ്. ഇയാൾക്ക് എന്ത് ഭ്രാന്താണോ? ഭ്രാന്ത് നിന്റെ തന്തക്ക്. നീ സാധുവായി പോയി എന്ന് എന്റെ അമ്മ പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നുപോയി. ഇപ്പൊ എനിക്ക് സന്തോഷായി. അവനൊരു ഭ്രാന്തനാണ്. നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാനതിന് തരണം. ബ്രോ, നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ? കോപ്പാണ്. ഒരുമാതിരി തണ്ടയില്ലായ്മ പറയില്ല. ഇന്ന് രാത്രി ഡിന്നർ 8:30. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. എനിക്കറിയാൻ താൻ വരുമെന്ന്. ഇല്ലെങ്കിൽ ചാത്തന്മാര് തന്നെ കൊണ്ടുവരും. നീ വിളിക്ക്, നമുക്ക് നോക്കാം. ഇനിയാണ് കളി. ഇനിയാണ് ബാപ്പു കളി വരാൻ. വെടിച്ചില്ല കേട്ടോ. ഒരു രക്ഷയില്ല. ഇത് എല്ലാറ്റിനെയും കടത്തി വെട്ടി കളഞ്ഞു. സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ? ഈ അനുരാഗ കുരുക്ഷേത്ര യുദ്ധത്തിൽ ചാൾസ് എന്ന അർജുനൻ ഈ ശ്രേഷ്ഠനുണ്ടെങ്കിൽ വിജയിച്ചിരിക്കും. വിടതരൂ പിതാമഹ. ആയുഷ്മാൻ ഭവ.